അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ മഹാരാജ്യത്ത് 2 തുരുപ്പ് ചീട്ടുകളാണ് ഉള്ളത്. ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒന്ന് സുരേഷ് ഗോപി. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്? അതൊന്ന് താങ്കൾ പറഞ്ഞതാണ്. ഇവിടെ ഈ തൃശൂർ മണ്ഡലത്തിൽ, പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തികളാണ് അവർ. ശരി, വെറും സിനിമയും കലയും മാത്രം ബിസിനസ്സാക്കി മാറ്റിയ ഈ സുരേഷ് ഗോപിയെ ഇവിടെ നിർത്തി ജനങ്ങൾ ജയിപ്പിച്ചാൽ എന്ത് ഗുണമാണ് ഈ മണ്ഡലത്തിന് നൽകാനുള്ളത് എന്ന് പ്രിയപ്പെട്ട പാനലിസ്റ്റ് അതിന് മറുപടി. മാത്രമല്ല ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകരോട് പബ്ലിക്കായിട്ട് അവരെ വിചാരണ ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ബേസ് പോലും ഇല്ലാത്ത ഒരു സുരേഷ് ഗോപി എന്ന ഈ പാനലിസ്റ്റിനെ ജയിപ്പിച്ചുകൊണ്ട് എന്ത് നേട്ടങ്ങളാണ് ഈ മണ്ഡലത്തിൽ? ഞാൻ പറയാം. സുരേഷ് ഗോപി 2014 BJP മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നത്. അതിനു മുമ്പും സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലില്ലെങ്കിലും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഇടപെടാത്ത ഒരു വിഷയങ്ങളുമില്ല. അപ്പൊ നമുക്ക് ഓർമ്മയുണ്ടാവും ജയേഷ് മാഷിലേക്ക് കൊലപാതകം നടന്ന കണ്ണൂരിലെ കാലഘട്ടം. അവിടെ സമാധാനം കൊണ്ടുവരാൻ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് അവിടെ സ്നേഹ സന്ദേശ യാത്രാർത്ഥിയാളാണ് സുരേഷ് ഗോപി. അന്നൊരു രാഷ്ട്രീയത്തിലും ഇല്ല. ഈ പ്രതാപന്റെ തട്ടിപ്പ് സന്ദേശയാത്രയല്ല. മുഴുവൻ ആളുകളെ അണിനിരത്തി അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് സുരേഷ് ഗോപിയാണ്. 2 കുട്ടികൾക്ക് എയ്ഡ്സ് ബാധിച്ചു സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോ ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്ത് ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ കൂടെ നിർത്തിയത് സുരേഷ് ഗോപിയാണ്. ഇങ്ങനത്തെ 1000 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ 2014 രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം, അതായത് 2019 തൃശ്ശൂർ മത്സരിക്കുന്നത്. തൃശ്ശൂരിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷെ പരാജയപ്പെട്ടിട്ടും ഈ മണ്ഡലത്തിൽ നിന്ന് പോകാതെ ഈ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി. ഞാൻ എണ്ണി പറയാം. അതായത് രാഷ്ട്രീയ പാരമ്പര്യം വന്നത് വർഷങ്ങളുടെ നീണ്ട കണക്കെടുപ്പ് എടുക്കേണ്ട കാര്യം. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമല്ലേ രാഷ്ട്രീയ പാരമ്പര്യം എടുക്കാൻ സാധിക്കുക. രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരു വ്യക്തി ആ കാലത്ത് ചെയ്ത പൊതുപ്രവർത്തനത്തെ പറയാൻ സാധിക്കുള്ളൂ. ഇനി 2019 പരാജയപ്പെട്ടതിന് ശേഷം പ്രധാനമന്ത്രിയുടെ സൻസദ് ആദർശ് ഗ്രാം പദ്ധതിയുണ്ട്. ഓരോ MP-ക്കും ഒരു ഗ്രാമം ദത്തെടുക്കാം. ദത്തെടുത്ത് മാതൃകാപരമായിട്ടുള്ള വികസനം കാഴ്ചവെക്കാം. അത് മാതൃകയാണ്. സുരേഷ് ഗോപി കല്ലിയൂര് പഞ്ചായത്ത് ദത്തെടുത്തു. അതിനുശേഷം ദത്തെടുത്തത് തൃശ്ശൂരില് അവണിശ്ശേരി പഞ്ചായത്താണ്. അവണിശ്ശേരി പഞ്ചായത്തിൽ 2.5 കോടി രൂപയുടെ വികസന പദ്ധതി കൊണ്ടുവന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. സുരേഷ് ഗോപി എന്താ ചെയ്തെന്നല്ലേ ചോദിച്ചു. സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്ത കാര്യം പറയാൻ സമയം തരണ്ടേ? അവിടെ അദ്ദേഹം 8 റോഡുകൾ അവണിശ്ശേരി പഞ്ചായത്തില്, 20 ഹൈമാസ്റ്റ് ലൈറ്റ്, അവിടെ അംഗൻവാടി കെട്ടിടം, പകൽ വീട്, ആശുപത്രി എന്ന് തുടങ്ങി നിങ്ങൾ പോയി കാണുക. ഇപ്പൊ പ്രതാപൻ 5 MP ആയിരുന്നല്ലോ. എന്താ ഈ പദ്ധതി പ്രകാരം ഒരു ഗ്രാമം ദത്തെടുത്തില്ല? ചേർപ്പാട് ഒരു ചുക്കുന്നുണ്ടാവില്ല, ഒരു വികസനവും. ഇനി സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഈ പ്രതാപനൊക്കെ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി ഒരു മാസക്കാലം ഖത്തറിൽ ചെലവഴിക്കുമ്പോ സുരേഷ് ഗോപി സ്വന്തം കയ്യിലെ പണം മനസ്സിലാക്കണം. ഈ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചാൽ വൻ വികസന വിപ്ലവം തൃശ്ശൂരിൽ ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ ഈ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഈ തെരഞ്ഞെടുപ്പില് 4, 40, 400 ഇതാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. 4 സീറ്റ് ഇടതുപക്ഷം, 40 സീറ്റ് കോൺഗ്രസ്, 400 സീറ്റ് BJP. ഇവര് 2 കൂട്ടർ ജയിച്ചു വന്നാലും ഈ ഭരണത്തിൽ ഒരു തരത്തിലുള്ള പങ്കാളിത്തവും ഉണ്ടാവില്ല എന്നുള്ള രാഷ്ട്രീയം അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം. ഇവിടുന്ന് കഴിഞ്ഞ 5 വർഷമായിട്ട് ജയിച്ചു പോയ ആള് ആകെ അവിടെ പോയിട്ട് ചെയ്തത് ആ പാർലമെന്റിൽ ഇരുന്ന് കൂവുക. അങ്ങനെ കൂവി 5 തവണ സസ്പെൻഷൻ. അത് കഴിഞ്ഞാൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിരാഹാരം. ഇങ്ങനെ കൂവാൻ വേണ്ടി ഒരു ജനപ്രതിനിധിയെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിടണം. അല്ല, അതൊരു കൂവലല്ല, അതൊരു പ്രതിഷേധമായിരുന്നല്ലോ. അദ്ദേഹം 5 തവണ സസ്പെൻഷൻ വാങ്ങിച്ചത് രാജ്യത്തുള്ള വർഗീയതക്കെതിരായിട്ടുള്ള ഒരു നിലപാടെടുത്തതിന്റെ പേരിലും മറ്റ് വിഷയങ്ങളിൽ സംസാരിച്ചതിന്റെ പേരിലുമാണ്. അത് ഒരു ജനാധിപത്യ രീതിയിൽ അങ്ങനെയല്ലേ ഒരു ജനപ്രതിനിധിക്ക് ഒരു പാർലമെന്റിൽ പ്രതിഷേധിക്കാൻ കഴിയുക? ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ന് വരെ ജനാധിപത്യ രീതിയിൽ സംസാരിച്ചതിന്റെ പേരിൽ, പ്രസംഗിച്ചതിന്റെ പേരിൽ, മര്യാദയോടുകൂടി പെരുമാറിയതിന്റെ പേരിൽ ഒരു MP-യെയും സസ്പെൻഡ് ചെയ്ത ചരിത്രമില്ല. ഇത് പച്ചയ്ക്ക് പോവാണ്. നിങ്ങൾ അതിന്റെ വീഡിയോസ് ഇപ്പോഴും അവൈലബിൾ ആണ്, പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളെ പ്രതാപൻ എന്തൊക്കെയാണ് പാർലമെന്റിൽ കാണിച്ചു കൂട്ടിയത്, വിക്രിയകൾ, അത് കണ്ടാൽ മതി. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോ അങ്ങനെയുള്ള MP, ഇനിയിപ്പോ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആള്, അദ്ദേഹവും വിശേഷിച്ചൊന്നും പാർലമെന്റിൽ എന്തെങ്കിലും വടകരയെ പ്രതിനിധീകരിച്ച് പറഞ്ഞു എന്ന് നമ്മൾ ആരും കേട്ടിട്ടില്ല. എന്തെങ്കിലും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി വടകരയിൽ കൊണ്ടുവന്നു ഈ മഹാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം. കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞ കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാർ 60 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച സർക്കാരുകൾക്ക് സാധിക്കാത്ത അത്രയും വികസനം കൊണ്ടുവന്ന സർക്കാരാണ്. അതായത് 15ാം സ്ഥാനത്ത് നിന്നൊരു രാജ്യത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. ഏത് രംഗത്ത് നിങ്ങൾ പരിശോധിച്ചാൽ
ദിവസം 11 കിലോമീറ്റർ റോഡാണ് നിർമ്മിച്ചതെങ്കിൽ മോഡി സർക്കാർ 44 കിലോമീറ്റർ ആണ്. 4 ഇരട്ടിയാണ്. ഇപ്പൊ കേരളത്തിലേക്ക് ഒരു 65 വർഷക്കാലമായി കേരള സംസ്ഥാന രൂപീകൃതമായിട്ട്. പക്ഷേ അതേ സർക്കാരിനെതിരെ ദില്ലിയിൽ ഒരു കൂട്ടം കർഷകര് വലിയ ലോങ് മാർച്ച് നടത്തുകയാണ്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതൊക്കെ സ്പോൺസേഡ്. ഞാൻ പറയാം. അപ്പോ 65 വർഷക്കാലമായി കേരള സംസ്ഥാനം ഉണ്ടായിട്ട് ഇന്ന് വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു 4 വരി പാത ഉണ്ടാക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും സാധിച്ചോ? ഞാൻ 6 വരി പാത എന്ന് പറയുന്നില്ല. ഒരു 4 വരി പാത ഉണ്ടാക്കാൻ സാധിച്ചോ? 7 മന്ത്രിമാരുണ്ടായിരുന്നല്ലോ കേരളത്തിൽ നിന്ന് UP ഭരിക്കുമ്പോ. സാധിച്ചോ? ഈ നരേന്ദ്രമോദി വേണ്ടി വന്നില്ലേ 1.5 ലക്ഷം കോടി രൂപ ചെലവാക്കി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 4 വരി പാതയില്ല, 6 വരി പാതയാണ് നിർമ്മിക്കുന്നത്. അപ്പൊ ആ ഉറപ്പാണ് മണ്ഡലത്തിൽ. ഒന്ന് പറയട്ടെ. കൊല്ലം ബൈപ്പാസ് എത്രയോ കൊല്ലമായി മുടങ്ങിക്കിടന്നത് ആര് വേണ്ടി വന്നു? നരേന്ദ്രമോദി വേണ്ടി വന്നു. ആലപ്പുഴ ബൈപ്പാസ് നരേന്ദ്രമോദി വേണ്ടി വന്നു. തലശ്ശേരി ബൈപ്പാസ് നരേന്ദ്രമോദി വേണ്ടി വന്നു. ഇവിടെ മെട്രോ, കൊച്ചി മെട്രോ 600 കോടി രൂപ നൽകി പൂർത്തിയാക്കിയ നരേന്ദ്രമോദിയുടെ കാലത്ത് കുതിരാൻ തുരങ്കം വരെ ഈ സകല ഇന്ന് കാണുന്ന എന്ത് വികസനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ മോഡി സർക്കാരിന്റെ പടാണ്. ഇനി തൃശൂർ ലോകസഭയിലേക്ക് വന്നാൽ എന്തെങ്കിലും ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക ഗുരുവായൂരാണ്. അവിടെ 317 കോടി രൂപ ആരെ കൊടുത്ത്? നരേന്ദ്രമോദി സർക്കാർ. അമൃത് ഫണ്ട് കൊടുത്തു, പ്രസാദ് ഫണ്ട് കൊടുത്തു. അവിടെ ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെന്റർ, ഫെസിലിറ്റേഷൻ സെന്റർ, മൾട്ടി ലെവൽ പാർക്കിംഗ്, കുളങ്ങൾ നവീകരിക്കുന്നു, റോഡുകൾ വീതി കൂട്ടുന്നു, കുടിവെള്ള പദ്ധതി കൊണ്ടുവരുന്നു. മോദി കൊടുത്ത പണം. ഇനി തൃശ്ശൂരിലേക്ക് വന്നാൽ